ഹൈദരാബാദിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ. ഇതാണ് അലങ്കൃത റിസോർട്ട്. ഇതൊരു 4 സ്റ്റാർ റിസോർട്ടാണ്. രാത്രി 9 മണിയൊക്കെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി റൂമാണ്. ഒരു പഴയ മോഡലുള്ള വാതിലും ജനലും, മൊത്തത്തിൽ ഇവിടെ നിർമ്മിതികളെല്ലാം ഒരു പഴയ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. റൂമിൽ ഫ്രീ വൈഫൈയും പിന്നെ കോഫി മേക്കിംഗ് കെറ്റിൽസും എല്ലാം അവൈലബിൾ ആയിരുന്നു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് റൂമുകൾക്കായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി പോലെ ഇരിക്കാനും പിന്നെ പുറത്തേക്ക് നോക്കാനും ഒക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മണിച്ചിത്രത്താഴ് സിനിമയിലെ മാടമ്പള്ളി തറവാടൊക്കെ ആയിരുന്നു. നാഗവല്ലിയുടെ തെക്കിനി പോലത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ വഴിയെ കാണിച്ചു തരാം. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടല്ലേ? ഇപ്പൊ കാണുന്നത് പിറ്റേ ദിവസം രാവിലത്തെ വിഷ്വൽസ് ആണ് കേട്ടോ. രാവിലെ രാത്രിയൊക്കെ ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. കാരണം ലൈറ്റ് അങ്ങനെ അധികം കിടക്കാത്ത ഒരു സ്ഥലമാണ് ഇവിടെ മൊത്തത്തില്. രാവിലെ ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്ലാന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി ഒന്ന് ഇറങ്ങാമെന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, ഡ്രസ്സൊക്കെ. പിന്നെ നമ്മുടെ എല്ലാ റൂമിലും ഒരു കൊട ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഈ പല റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ട് മുന്നേ, പക്ഷെ ഒരു കൊട ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ടിട്ടില്ല. അത് വളരെ ഉപകാരമായിട്ടോ. നമുക്ക് നടക്കാൻ രാവിലെ മഴ ഉള്ളത് കൊണ്ട് ആ കൊട നല്ല യൂസ്ഫുൾ ആയിരുന്നു. അത്യാവശ്യം വലിയൊരു കൊടയായിരുന്നു അത്. അപ്പോ ഇവിടെ കണ്ടില്ലേ, ഇത് ആ ബാൽക്കണിയിൽ വെച്ചിരിക്കുകയാണ്. സാധാ ചെടികള്, ഒറിജിനൽ ചെടികൾ അതുപോലെ വെച്ചിരിക്കുകയാണ്. അതൊരു നല്ല കൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ. നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നിട്ട് പലരും മെഡിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെ പല സംഭവങ്ങളും ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. യോഗയും പിന്നെ എക്സസൈസും എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് റൂമിലുള്ള ഫെസിലിറ്റീസിന് പുറമെ പുറത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ജിമ്മും പിന്നെ സലൂണും പിന്നെ സ്പായും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വഴിയെ പറയാം. അപ്പൊ നമ്മൾ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി നമ്മൾ അടുത്ത താഴേക്ക് എത്താൻ നിൽക്കാണ്. ആ കാണുന്ന കണ്ടോ, അതാണ് നമ്മുടെ ലിഫ്റ്റ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ലിഫ്റ്റ് ഒരു സ്പെഷ്യൽ സംഭവമാണ്. നമ്മുടെ പഴയകാല ലിഫ്റ്റ് ഇല്ലേ, പഴയകാല ഗ്രില്ലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ലിഫ്റ്റാണ് ഇവിടെ. ഇവിടെ ടോട്ടൽ 123 റൂംസ് ആണ് ഉള്ളത്. അതിൽ 88 സ്റ്റാൻഡേർഡ് റൂംസ്, 8 സ്യൂട്ട് റൂംസ്, 2 വില്ല റൂം, 2 പൂൾ വില്ല, 18 കോട്ടേജ്, അങ്ങനെ പോവും. ഇവിടെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ചെക്ക് ഇൻ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് ചെക്ക് ഔട്ട് ടൈമാണ്. ഇവിടെയുള്ള ചില ടൈപ്പ് ഓഫ് റൂംസ് ഞാൻ പറയാം. സ്റ്റാൻഡേർഡ് റൂം, എക്സിക്യൂട്ടീവ് റൂം, പെൻ ഹൗസ് റൂം, സ്റ്റുഡിയോ കോട്ടേജ്, ഫ്ലൈറ്റ് സ്യൂട്ട്, ക്രിസ്റ്റൽ സ്യൂട്ട്, ഡ്യൂലക്സ് വില്ല, ഇങ്ങനെയാണ് ഇതിന്റെ റൂമുകളുടെ പേര്. പിന്നെ ഇവിടെ പല ടൈപ്പ് വെഡിങ് ഫങ്ഷൻസ്, കോർപ്പറേറ്റ് ഈവൻറ്റ്സ്, അങ്ങനത്തെ മീറ്റിംഗ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. അതിന് പറ്റിയ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു പാർട്ടി ഹാൾ അല്ലെങ്കിൽ ഒരു പുൽത്തകിടി, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഒക്കെ വെച്ച് ഫങ്ഷൻസ് നടത്താറുണ്ട്. അതിന്റെ പേരാണ് സൂര്യ, ആനന്ദ, മാനിക, മിലാപ്, അഭിഷാർ, അങ്ങനെ തുടങ്ങി പല പേരുകളിൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഇവിടെ വെഡിങ് ഒക്കെ നടക്കുന്ന ആ ഒരു ഹാൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ആ ഒരു ഗാർഡന്റെ പേരാണ് കേട്ടോ. കൺഫ്യൂഷൻ ആവേണ്ട. അങ്ങനെ ഞങ്ങൾ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ കൊടയൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നടന്നപ്പോ നമ്മള് തലേ ദിവസം രാത്രിയാണ് എത്തിയത്. അതുകൊണ്ട് ഇവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പോലെ നടക്കാനൊന്നും ഒരു സമയം കിട്ടിയില്ല. അപ്പൊ രാവിലെ ഞങ്ങളിങ്ങനെ ആ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. രാവിലെ ആയതുകൊണ്ടും പിന്നെ മൊത്തത്തില് നല്ല ഒരു പോസിറ്റീവ് ഒരു വൈബായിരുന്നു ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നത്. നമുക്കിങ്ങനെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനും അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആംബിയൻസും നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇവിടെ. നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഫീല് തോന്നുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തത്തില്. ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് സ്വിമ്മിംഗ് പൂൾ, സ്പോർട്സ്, സലൂൺ, പിന്നെ വാട്ടർ സ്ലൈഡ്സ്, ജിം, സ്പാ, മീറ്റിംഗിൻ്റെ ഒക്കെ ഒരു സ്പേസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ടോട്ടൽ 3 റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത്, ഒരു കഫേയും. അതിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ലേക്കും ഒരു ഡിയർ പാർക്കും ഒക്കെ ഉണ്ട്. പിന്നെ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ ബോർഡുകൾ നമുക്ക് കാണാം. ആ ബോർഡിൽ ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പിന്നെ ഇവിടുത്തെ ഒരു റൂട്ട് മാപ്പും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ ആ മാപ്പ് സഹായിക്കും. ഇതാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്ന ആ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പുറത്ത് നല്ല അടിപൊളി ഒരു സ്പേസ് ഉണ്ടായിരുന്നു. നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഇത് നമുക്ക് ഫുഡും കഴിച്ച് അതൊരു പ്രത്യേക ഫീലായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ ടൈമിലുള്ള വൈബ് വളരെ നന്നായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഗസ്റ്റ് ആണെങ്കിൽ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് ഫ്രീ ആക്സസ് കിട്ടും. നമ്മുടെ റൂമിലെ കീ കൊടുത്താൽ മതി, നമുക്ക് അവിടെ കയറാം. അല്ലാന്നുണ്ടെങ്കിൽ എത്രയോ എമൗണ്ട് പേ ചെയ്യണം. പിന്നെ ഇവിടെ നൈലോൺ ക്ലോത്ത്സ് നിർബന്ധമാണ് സ്വിമ്മിംഗ് പൂൾ ഇറങ്ങാൻ, ഇല്ലാതെ അവർ നമ്മളെ സമ്മതിക്കില്ല. നമ്മളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് എക്സ്ട്രാ വാങ്ങിക്കണം. ഇവിടെ ഒരുപാട് ഇൻഡോർ ഗെയിംസ് ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അവിടെ കയറാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ വാട്ടർ തീം പാർക്ക് പോലെ കുറച്ച് വാട്ടർ സ്ലൈഡ്സും റെയിൻ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കയറാൻ ടൈം ആഫ്റ്റർ 11 o'clock ആണ് അതിൽ നമുക്ക് കയറാൻ കഴിയും. പക്ഷെ നമുക്ക് ഇന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വിമ്മിംഗ് പൂള് ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ പോയത് ഇതിലെല്ലാം വേറൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിലായിരുന്നു നമ്മൾ ഇറങ്ങിയത്, വാട്ടർ സ്ലൈഡ്സിന്റെ അടുത്തുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ. പിന്നെ ഇവിടെ കുറെ പൂൾ വില്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് പൂളൊക്കെ കിട്ടും. നമ്മൾ 2 സ്റ്റാൻഡേർഡ് റൂംസ് ആണ് എടുത്തത്. അതില് ഒരു 4000 5000 ആ റേഞ്ചിലാണ് നമുക്കായത്.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ സ്ലൈഡ്സും പിന്നെ റെയിൻ ഡാൻസും ഒക്കെ നടക്കുന്ന സ്ഥലം. ഇവിടെ നമ്മൾക്ക് കയറാൻ കഴിഞ്ഞില്ല 11 മണിക്കായതുകൊണ്ട്. നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തി, കുറേ നീന്തൽ മത്സരവും കുറേ വെള്ളത്തിൽ കിടന്നിട്ടുള്ള കുറേ അങ്ങോട്ട് ഞങ്ങൾ ആസ്വദിച്ചു. വെള്ളത്തിൽ കിടന്ന് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഏകദേശം 11 മണിയോടുകൂടി തന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പോകാൻ നേരത്ത് ഇവരെ വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പോൾ ഒരു റൂമിലേക്ക് വരും. ഈ വണ്ടി കണ്ടില്ലേ, ഈ വണ്ടിയിലാണ് നമ്മളെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഈ വണ്ടിയിലാണ്. ഇവിടേക്ക് നമ്മളിപ്പോൾ കൊണ്ടുവന്നു രാവിലെ. എന്നിട്ട് ചെക്കൗട്ടിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വിചാരിച്ച പോലെയല്ല, അതിൻ്റെ അപ്പുറം ഒരുപാട് വലിയൊരു ഏരിയയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെ ശരിക്കും മുഴുവനായിട്ടൊന്ന് ചുറ്റി നടന്ന് കാണാൻ ഒരു ദിവസം തന്നെ വേണ്ടി വരും നമുക്ക്. നമ്മളൊരു കറക്റ്റ് ചെക്ക് ഇൻ ടൈമിൽ തന്നെ വന്ന് പിറ്റേ ദിവസം ചെക്ക് ഔട്ട് ടൈമിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം നന്നായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.